ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിൽ അമ്പലവയൽ പൂപ്പൊലിയെ കുറിച്ചിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ വന്നിട്ട് ബത്തേരിയിൽ അതുപോലെ തന്നെ നടക്കുന്ന ഒരു വലിയൊരു ഇതാണ് പൂപ്പൊലി എന്നുള്ളത്. അതുപോലെ തന്നെ അമ്പലവയലിലും ഇത് ചെറുതായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെയും ഒരുപാട് സ്ഥലങ്ങൾ പൂവുകളും അതുപോലെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഈ ഭാഗത്തൂടെ ഉണ്ട്. ഇത് കാണാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ബത്തേരി അതുപോലെ തന്നെ മാനന്തവാടി കൽപ്പറ്റ അവിടുന്ന് ആളുകളൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനെന്നുള്ള ഉദ്ദേശത്തിൽ വന്ന് കണ്ടു പോകുന്നവരുണ്ട്. അതിരാവിലെ വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് കണ്ടു പോവാം. ഇവിടെ വന്ന് രാവിലെ ഒന്ന് കണ്ട് ഫ്രീ ആയിട്ട് പോവാം. ഈവനിങ് സമയമൊക്കെ ആകുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, ആളുകൾ കൂടിയിട്ടുണ്ടാകും. കാരണം അതിന് മാത്രമുള്ള ഒരു സൗകര്യമൊന്നും ഇവിടെ അത്രയ്ക്കും ഒരു വിപുലമായിട്ടില്ല മറ്റുള്ള ബത്തേരിയിൽ നോക്കുമ്പോൾ. ഇവിടെ അമ്പലവയൽ ഈ ഭാഗത്ത് വന്നാൽ വേറെ ഉള്ള ഒരു ഉപകാരം എന്നത് മറ്റുള്ള സ്ഥലങ്ങളും കാണാൻ പറ്റും. വേറെ കുറേ കാഴ്ച കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ പഴയകാലത്തുള്ള മ്യൂസിയം ഒന്നുണ്ട്. അങ്ങനെ അമ്പൂത്തിമല, എടയ്ക്കൽ ഗുഹ എന്നൊക്കെ പറഞ്ഞിട്ട് ബത്തേരി ഈ അമ്പലവയലിലേക്ക് എന്ന ഉദ്ദേശത്തിൽ വരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ എടയ്ക്കൽ അമ്പൂത്തിമല എന്ന് പറയുന്നത്. അവിടെ വന്നിട്ട് ആളുകൾ ഒരുപാട് വിസിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി ഒരുപാട് ആളുകൾ വന്നിട്ട് സ്കൂളിലെ സമയത്താണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ടൂർ എന്ന പേരിൽ കുട്ടികൾ വന്നിട്ട് അവിടെ വിസിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫാമിലി ടൂർ എന്നുള്ള പേരിൽ ആളുകൾ ഒരുപാട് വന്ന് രാവിലെ വന്ന് അവിടേക്ക് വന്ന് കയറി പോകാൻ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ആളുകൾ എങ്ങനെയൊക്കെ അവിടേക്ക് കയറണം എന്ന ഉദ്ദേശത്തിൽ വന്നിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ ടോപ്പിലെത്തിയാൽ അതിൻ്റെ പകുതി ഏകദേശം അതിൻ്റെ ടോപ്പ് റേഞ്ചിലെത്തുമ്പോഴേക്കും ഇടയ്ക്കൽ ഗുഹ വരും. ഇടയ്ക്കൽ ഗുഹ വന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് എല്ലാ കൽവെട്ടുകളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പോകുമ്പോഴേക്കും തന്നെ ഫ്രീ ആകും. ബട്ട് അവിടുന്ന് താഴ്ന്ന് കയറി മേലേക്ക് എത്തേണ്ടതാണ് റിസ്ക്. ചിലപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ അവർക്ക് ഒന്ന് കയറി മേലെത്തുന്നവരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം സ്പീഡിൽ കയറി അവിടെ പെട്ടെന്ന് റീച്ച് ചെയ്യും അവിടേക്ക്. പിന്നെ വലിയ ആളുകളൊക്കെ ഒരു വട്ടം കയറി പിന്നെ അടുത്ത പ്രാവശ്യം വരും എന്നുള്ളത് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിരുന്ന കാര്യം ഡൗട്ടായിരിക്കും. അത്രമാത്രം ഒരു ഹൈറ്റാണ് അവിടേക്ക് കയറി എത്തണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ, ചെറിയൊരു മ്യൂസിയം ഉണ്ട് ഇവിടെ. മ്യൂസിയത്തിനാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. വളരെ കുറഞ്ഞ 15-20 രൂപ മാത്രമേ ഉള്ളൂ അവിടേക്ക് കൗണ്ടർ. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറിയാൽ അവിടെ നിന്ന് പഴമയാർന്ന കുറച്ച് സാധനങ്ങൾ, വളരെ കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം അവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ട് അതിൽ കാണാൻ തന്നെ ഒരുപാട് ചെറുതാണെങ്കിലും കുറച്ചാണെങ്കിലും കാണാനുണ്ട്. പഴയകാലത്ത് മീൻ പിടിച്ചിരുന്ന മുള കൊണ്ടുണ്ടാക്കിയവ അങ്ങനെ അത് പല വ്യത്യസ്തമായ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാൻ പറ്റും. അതിനിവിടെ നിന്ന് കല്ലിൽ കുത്തിവെച്ചിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ, അത് അതിമനോഹരമാണ്. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ പഴയകാലത്ത് ചെറിയ ചെറിയ രൂപത്തിലുള്ള അതൊക്കെ ഗ്ലാസിൻ്റെ ഉള്ളിലാക്കി സേഫ്റ്റിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ ടച്ച് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ആകാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയിട്ട്. പിന്നെ വന്നിട്ട് അമ്പ്, വില്ല്, അതുപോലെ അവർ മറ്റേ ആയുധങ്ങൾ, മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന കത്തികൾ, പിന്നെ അവർ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ മൺപാത്രങ്ങളും അതുപോലെ തന്നെ മുള കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കാണാൻ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒന്ന് ഫ്രീ ആണ്. ആ മ്യൂസിയത്തിനുള്ളിൽ പോകുമ്പോൾ തന്നെ പ്രത്യേകമായൊരു അന്തരീക്ഷമാണ് ഫീൽ ചെയ്യുക. ഒന്ന് ഫ്രീ ആയത് ആളുകൾ വളരെ കുറവാണ്. 1-2 അങ്ങനെയൊക്കെ ആളുകൾ ജസ്റ്റ് എപ്പോഴേലൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോകും. അങ്ങനെ മാത്രമുള്ള അവിടെ ഉള്ളത്. അധികം ആളുകൾ ഒന്ന് അറിയപ്പെട്ടിട്ടില്ല അവിടെ സ്ഥലം, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത് ആളുകൾ അറിയപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വന്നിട്ട് അതുപോലെ തന്നെ കാണാൻ ഒരുപാട് വേറെ കാഴ്ചകളും ആദിവാസി കാര്യങ്ങളുള്ള അവരുടെ കാഴ്ചകളുണ്ട്. അങ്ങനെ തുടങ്ങിയവ പൂപ്പൊലി കണ്ട് ഒരു ദിവസം തന്നെ അവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ മേടിക്കാം. അതിന് തുച്ഛമായ എമൗണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് വേണ്ട ചെടികളൊക്കെ മേടിക്കാം.